നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ശരിക്കും പറഞ്ഞാൽ നല്ല മുട്ടൻ പണിയാണ് സ്പെയിനിന് കിട്ടിയിരിക്കുന്നത്. രണ്ട് ബാഴ്സ സൂപ്പർ താരങ്ങളുടെ കാര്യത്തിലാണ് പ്രശ്നം. അതിലൊരാൾ ഇപ്പോൾ റൂൾഡ് ഔട്ടായി. മറ്റേയാളുടെ കാര്യത്തിൽ ഗ്രൂപ്പ് സ്റ്റേജിലെ ആദ്യ മത്സരം എന്തായാലും നഷ്ടമാകും. രണ്ടാമത്തെ മത്സരം എന്താകുമോ എന്തോ എന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. ആദ്യം ലാമിനെ യമാലിൻ്റെ കാര്യം നോക്കാം. ലാമിനെ യമാൽ പരിക്കേറ്റ് കളിക്കളത്തിന് പുറത്താണ്. അദ്ദേഹം വേൾഡ് കപ്പ് ആകുമ്പോഴേക്കും ഫിറ്റാകുമെന്നാണ് ഇതുവരെ ലഭിച്ചിരുന്ന വിവരങ്ങളെങ്കിൽ ഇപ്പോൾ കാര്യങ്ങൾ അങ്ങനെയല്ല എന്ന റിപ്പോർട്ട് വരുന്നു. ദി അത്ലറ്റിക് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അവർ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളും ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സംഗതി മറ്റൊന്നുമല്ല, ലാമിനെ യമാലിന് സ്പെയിനിൻ്റെ ആദ്യ മത്സരം എന്തായാലും നഷ്ടപ്പെടും. ഇപ്പോഴും ഹാംസ്ട്രിങ് ഇഞ്ചുറിയിൽ നിന്നുള്ള റിക്കവറിയിലൂടെ കടന്നു പോവുകയാണ്. യമാൽ ഈസ് സെറ്റ് ടു ബി സൈഡ് ലൈൻഡ് ഫോർ സ്പെയിൻസ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് സ്റ്റേജ് ഓപ്പണർ അഗെയിൻസ്റ്റ് കേപ്പ് വെർദെ ഓൺ ജൂൺ 15. ജൂൺ 15 കേപ്പ് വെർദെക്കെതിരെയുള്ള സ്പെയിനിൻ്റെ വേൾഡ് കപ്പിലെ ആദ്യ മത്സരം താരത്തിന് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ഡൗട്ട്ഫുൾ ആണ് സൗദി അറേബ്യക്കെതിരെയുള്ള രണ്ടാം മത്സരത്തിനും എന്നുകൂടി റിപ്പോർട്ട് ചെയ്യുന്നു. ആൻഡ് അറ്റ് ദിസ് സ്റ്റേജ് ഈസ് എ മേജർ ഡൗട്ട് ഫോർ ദെയർ സെക്കൻഡ് മാച്ച് അഗെയിൻസ്റ്റ് സൗദി അറേബ്യ ഓൺ ജൂൺ 21. സോ ഇത് വലിയ തിരിച്ചടി തന്നെയാണ്. ആദ്യത്തെ രണ്ട് മത്സരങ്ങളും താരത്തിന് നഷ്ടമാകാനുള്ള സാധ്യതയാണിപ്പോൾ ദി അത്ലറ്റിക് ചൂണ്ടിക്കാണിക്കുന്നത്. കൂടാതെ നോക്കുക, ഫെർമിൻ ലോപ്പസ്, മറ്റൊരു ബാഴ്സ താരം. ഫെർമിൻ ലോപ്പസിന് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ 5th മെറ്റാടാർസൽ ബോണിന്, അദ്ദേഹത്തിൻ്റെ വലത് കാൽപാദത്തിലെ 5th മെറ്റാടാർസൽ ബോണിന് പരിക്കേറ്റിരിക്കുന്നു. മുമ്പ് നെയ്മർക്കൊക്കെ വന്ന പരിക്കാണ്, വളരെ ഗുരുതര പരിക്കായിരുന്നു വന്നത്. അതുപോലെ ഇപ്പോൾ ബെറ്റീസിനെതിരെയുള്ള കളിയിൽ താരത്തിന് പരിക്ക് പറ്റിയിരിക്കുന്നു. ദി പ്ലെയർ വിൽ അണ്ടർഗോ സർജറി എന്ന് തന്നെ FC ബാഴ്സലോണ മെഡിക്കൽ റിപ്പോർട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പോൾ താരത്തിന് സർജറി ആവശ്യമാണ്. മിനിമം ഒരു 3 മാസമെങ്കിലും പുറത്തിരിക്കേണ്ട തരത്തിലുള്ള സർജറിയാണത്. അപ്പോൾ അദ്ദേഹം വേൾഡ് കപ്പിന് ഉണ്ടാവില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുന്നത്. ഏതായാലും കനത്ത തിരിച്ചടിയാണ് സ്പെയിനിൻ്റെ നേരത്തിൽ, തർക്കമില്ല. ബാഴ്സയുടെ കാര്യത്തിൽ മറ്റൊരു അപ്ഡേറ്റ് കൂടിയുണ്ട്. അത് മറ്റൊന്നുമല്ല, സന്തോഷ വാർത്തയാണ്. ഹൻസി ഫ്ലിക്ക് അവിടെ കോൺട്രാക്ട് പുതുക്കിയിരിക്കുന്നു. 2028 വരെ കോച്ച് അവിടെ ഉണ്ടാകും. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.